കോതനെല്ലൂർ വിശുദ്ധ ഗർവാസിസ്, വിശുദ്ധ പ്രോത്താസിസ് ഫൊറോന പള്ളിയിൽ ഭക്തിയും കൗതുകവും ഉണർത്തി ഇരട്ടകളുടെ സംഗമവും സമർപ്പണ ശുശ്രൂഷയും നടന്നു. ഇടവക മധ്യസ്ഥരും ഇരട്ട പുണ്യവന്മാരുമായ കന്തീശങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന സംഗമത്തിൽ ഇത്തവണ 730 ജോഡി ഇരട്ടകളാണ് പങ്കെടുത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരട്ടകൾ പങ്കെടുക്കുന്ന സവിശേഷമായ ഈ കൂട്ടായ്മയ്ക്ക് ഇരട്ട വൈദികർ തന്നെയാണ് കാർമ്മികത്വം വഹിച്ചത് എന്നതും ശ്രദ്ധേയമായി. തിരുനാൾ ചടങ്ങുകളുടെ ഭാഗമായി 19-ാം തീയതി രാവിലെ 8:30 ഇരട്ടകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. തുടർന്ന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് 4 ജോഡി ഇരട്ട വൈദികർ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും ഇരട്ടകളുടെ പ്രത്യേക സമർപ്പണ ശുശ്രൂഷയും നടന്നു. സമർപ്പണ ശുശ്രൂഷകൾക്ക് പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ കുര്യൻ കാലായിൽ, സഹവികാരി ഫാദർ മൈക്കിൾ നടുവിലെ കുറ്റ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോതല്ലൂർ കന്തീശങ്ങൾ ഫൊറോന പള്ളിയിലെ വിശുദ്ധ കന്തീശങ്ങളുടെ തിരുനാളും ഇരട്ടകളുടെ സംഗമവും ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ചയായി ഇന്ന് നടക്കുകയാണ്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ഈ തിരുനാൾ ദിവസം നടക്കുന്ന ഇരട്ടകളുടെ സംഗമമാണ്. 85 ജോഡി ഇരട്ടകളെ കൊണ്ട് 1979 ആരംഭിച്ച സംഗമം 2026 ആവുമ്പോൾ 730 ജോഡി ഇരട്ടകളാണ് ഇന്ന് പങ്കെടുക്കുന്നത്. ഓരോ വർഷവും പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇടവക മധ്യസ്ഥരായ കന്തീശങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാനും വരുന്നവർ ഈ നാട്ടുകാർ മാത്രമല്ല, അന്യ സംസ്ഥാനത്തു നിന്നും ഉള്ള ആൾക്കാരുണ്ട്. ഇരട്ടകളുടെ സംഗമത്തിൽ പങ്കെടുക്കുവാൻ ഈ വർഷം ഡൽഹിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇരട്ടകൾ വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രത്യേക ശ്രദ്ധ അറിയിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് കന്തീശങ്ങളുടെ തൂവൽ എഴുന്നള്ളിക്കുക എന്നുള്ളതാണ്. ഈ തൂവൽ അത് പേനയായിരുന്നു. കന്തീശങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തൂവൽ പേനകളായതുകൊണ്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് തൂവൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഇവിടെ നടക്കുന്നത്. ഈ ഇടവക സ്ഥാപിതമായിട്ട് 1200 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. 12-ാം ശതാബ്ദിയുടെ നിറവിലാണ്. അപ്പോൾ ഈ 12-ാം ശതാബ്ദിയുടെ നിറവിൽ നടക്കുന്ന ഇരട്ടകളുടെ സംഗമം എല്ലാം കൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായിരിക്കുകയാണ്. പതിവിലും വിപരീതമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായി ഇരട്ടകളായ കുഞ്ഞു കുട്ടികൾ മുതൽ 85 വയസ്സ് വരെയുള്ള സഹോദരങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും കന്തീശങ്ങൾ വഴിയായ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ശുശ്രൂഷകൾക്ക് ശേഷം പങ്കെടുത്തവർക്കായി വിപുലമായ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സംഗമത്തിൽ പങ്കെടുത്തവരിൽ പ്രായം കുറഞ്ഞ ഇരട്ടകളായി മാറിയത് ആനിക്കാട് കബഴനാൾ ചിക്കു ജേക്കബ്, അഞ്ചു റാണി ദമ്പതികളുടെ മക്കളായ ഡേവിഡും ഡാനിയലുമായിരുന്നു. വെറും 100 ദിവസം മാത്രമായിരുന്നു ഈ കുരുന്നുകളുടെ പ്രായം. പങ്കെടുത്തവരിൽ ഏറ്റവും മുതിർന്ന ഇരട്ടകൾ 78 വയസ്സുകാരായ അതിരമ്പുഴ തെക്കേടത്ത് അന്നമ്മയും കടപ്ലാമറ്റം രണ്ടാനിക്കൽ റോസമ്മയുമായിരുന്നു. പ്രായഭേദമന്യേ 100 കണക്കിന് ഇരട്ടകൾ ഒരേപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തിയത് തിരുനാളിനെത്തിയ വിശ്വാസികൾക്കും നാട്ടുകാർക്കും ഒരേപോലെ കൗതുക കാഴ്ചയായി. ഏറ്റവും കൂടുതൽ ഇരട്ട കുട്ടികളുള്ള ഇടവകയാണിത്. ഇപ്പോൾ നിലവിൽ 120ഓളം ഇരട്ട കുട്ടികൾ ഈ ഇടവകയിലുണ്ട്. ഈ ഇടവകയിൽ വന്ന ജ്ഞാനസ്നാനം സ്വീകരിച്ച ഇരട്ടകളുടെ എണ്ണം ഇപ്പോൾ 85 85 ഇരട്ടകൾ ഇവിടെ ഇതിനോടകം ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇന്നിവിടെയുണ്ട്. ഈ ഇടവകയിലെ
മുഴുവൻ ഇരട്ടകളും ഇന്നിവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം വിദേശത്തൊക്കെ ആയിപ്പോയി പലരൊക്കെ. എങ്കിലും നല്ലൊരു ശതമാനവും ആൾക്കാർ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇടവകയിലെ സ്ത്രീജനങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവർക്ക് ഇരട്ട സന്താനങ്ങളെ ലഭിക്കണമെന്നുള്ളതാണ്. അതൊരു പ്രത്യേകതയാണ്, മറ്റെങ്കും കാണാത്ത ഒരു പ്രത്യേകത. അതിലവർ സംതൃപ്തരാണ്, അവർക്ക് സന്തോഷമാണ്. അത് ഒരു പക്ഷേ പാരമ്പര്യമായിട്ടിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാകാം അവരങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ സന്താനലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന പലരും, അത് ഇടവയ്ക്കും ഇടവെന്ന് വെളിയിൽ നിന്നും അന്യസംസ്ഥാനത്തു നിന്നൊക്കെ വരുന്നവരെല്ലാം ഇവിടെ ഞങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്: അച്ഛാ, ഇരട്ട കുട്ടികളെ കിട്ടാനായിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കുട്ടികളില്ലാത്ത ഒരുപാട് പേർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ നോക്കിയാൽ എടുത്തു പറയാനുള്ള അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ടുണ്ട്. എല്ലാം നല്ല ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും ഇത് മുമ്പോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. കോതനല്ലൂർ പള്ളിയിലെ ഈ പ്രശസ്തമായ ഇരട്ട സംഗമത്തിന് തുടക്കം കുറിച്ചത് 1979 85 ഇരട്ട ജോഡികളെ വെച്ചായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും തിരുനാളിനോടനുബന്ധിച്ച് ഈ സംഗമം വലിയ ജനപങ്കാളിത്തത്തോടെ നടത്തിവരുന്നു. 17, 18 തീയതികളിൽ വിവിധ ആത്മീയ ശുശ്രൂഷകളും നൊവേനയും ജപമാല മെഴുകുതിരി പ്രദക്ഷിണവും നടന്നിരുന്നു. ഫാദർ ജസ്റ്റിൻ പെരുമ്പുളത്തുശ്ശേരിൽ, ഫാദർ സക്രിയ വാഴേപ്പറമ്പിൽ, ഫാദർ ജെറിൻ നടത്തുണ്ടത്തിൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. 19-ാം തീയതി വൈകിട്ട് നടന്ന ആഘോഷമായ കുർബാനയ്ക്കും നൊവേനയ്ക്കും ശേഷം കൊടിയിറക്കത്തോടെയാണ് ഈ വർഷത്തെ തിരുനാൾ ചടങ്ങുകൾ സമാപിച്ചത്. കന്തീശങ്ങൾ എന്ന് പറയുന്നത് ഹോളി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, പരിശുദ്ധ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ കന്തീശങ്ങൾ എന്ന് വിളിക്കുന്നത് വിശുദ്ധർ തന്നെയാണ്. പക്ഷേ അന്ന് ഒരു സ്ഥാനപ്പേര് പോലെ ഇവരെ വിളിച്ചുകൊണ്ടിരുന്നതാണ് കന്തീശങ്ങളെന്ന്. ഗെർവാസിസ് ആൻഡ് പ്രോത്താസിസ് ഒരു ഇറ്റലിയിലെ മിലാനിൽ ജനിച്ചവരാണ്. അവരുടെ മാതാപിതാക്കൾ രണ്ടുപേരും വേദസാക്ഷികളായ രക്തസാക്ഷികളായവരാണ്. അവരിൽ നിന്നും ജനിച്ച ഇവർ രണ്ടുപേരും സൈന്യത്തിൽ ചേരുകയും സൈന്യത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അവിടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മരണം വരിക്കുകയും ചെയ്തവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇടവകയുടെ സ്ഥാപകരും ഇരട്ട വിശുദ്ധരാണ്. സാബോർ, പ്രോത്ത് എന്ന് പറയുന്ന 2 ഇരട്ട സഹോദരങ്ങൾ, ഇരട്ട വൈദികർ. അവരാണ് ഈ ഇടവയ്ക്ക് തുടക്കം കുറിച്ചത്. അതിനെ തുടർന്ന് ഇടവകയുടെ മധ്യസ്ഥരായിട്ട് വന്ന ഗെർവാസിസും പ്രോത്താസിസും അവരും ഇരട്ടകളാണ്. അങ്ങനെ ഈ ദേവാലയത്തിലെ പ്രത്യേകതയാണ് ഇരട്ട വിശുദ്ധർ സ്ഥാപിച്ചതും ഇരട്ട വിശുദ്ധർ ഇടവക മധ്യസ്ഥരായിട്ടുള്ളതുമായ ഏക ദേവാലയം, ഏക ഇടവക കേരളത്തിലുള്ളത് കോതനല്ലൂരാണ് എന്ന് അഭിമാനത്തോടെ പറയുവാനായിട്ട്